പിന്നെ എറണാകുളത്തിന്റെ ഒരു പ്രത്യേകത, എറണാകുളത്ത് വരുന്ന ആളുകളാരും പിന്നെ എറണാകുളം വിട്ടുപോകാൻ ആഗ്രഹിക്കില്ല. ഐ മീൻ യു ആക്ച്വലി ഫോൾ ഇൻ ലവ് വിത്ത് ദ സിറ്റി. അന്ന് ഞാനും ശ്രീ ഹൈബിയുടനും ഒക്കെ ഞങ്ങൾ ഒരേ കാലഘട്ടത്തിൽ തേവര കോളേജിൽ KSUവിൽ പ്രവർത്തിച്ചവരാണ്. ഞങ്ങൾ ഒരുമിച്ച് കോളേജ് യൂണിയനിൽ പ്രവർത്തിച്ചിട്ടുള്ളവരാണ്. അവിടെ SFI ഉണ്ട്, അൾട്രാ ലെഫ്റ്റ് ആയിട്ടുള്ള സംഘടനകളുണ്ട്, ഐസ പോലുള്ള സംഘടനയുണ്ട്, ABVP ഉണ്ട്, മറ്റ് ലെഫ്റ്റ് ഓർഗനൈസേഷൻസ് ഒക്കെ ഉണ്ട്. ഇതിൻ്റെ എല്ലാം കഴിഞ്ഞിട്ടുള്ള ഒരു സ്ഥാനത്ത് ആണ് NSUI എന്നുള്ളൂ. അപ്പോൾ NSUIയുടെ ഭാഗമാകുക എന്ന് പറയുന്നത് ആളുകൾ നമ്മൾ പുച്ഛത്തോടുകൂടി നോക്കിയിരുന്ന ഒരു കാലമാണ് ക്യാമ്പസിൽ. ഇപ്പോൾ അങ്കമാലിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം അങ്കമാലിയിലെ ട്രാഫിക്കാണ്. നമസ്കാരം, സ്മാർട്ട് ജെൻ മീഡിയയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. ഇന്റർവ്യൂവിനായിട്ട് നമുക്കിവിടെ എത്തിയിരിക്കുന്നത് നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട ബഹുമാനപ്പെട്ട MLA റോജി M. ജോൺ ആണ്. അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു സ്മാർട്ട് ജെൻ മീഡിയ. സാറ് ഇപ്പോൾ ഈ ഒരു അങ്കമാലിയിലേക്ക് എത്തുന്നത്, ഇപ്പോൾ നമുക്കറിയാം കണ്ണൂരിന്റെ ഒരു മകൻ എന്ന് വേണമെങ്കിൽ പറയാം, അതിൽ നിന്ന് അങ്കമാലിയിലേക്ക് എത്തുന്നു. അങ്കമാലിയുടെ പുത്രനായിട്ട് എങ്ങനെയാണ് കണ്ണൂരിനെ നോക്കി കാണുന്നത്? കണ്ണൂർ ഞാൻ ജനിച്ചു വളർന്ന സ്ഥലമാണ്. എൻ്റെ കുട്ടിക്കാലത്തെ ഓർമ്മകളെല്ലാം കണ്ണൂരിലാണ്. എൻ്റെ 10ാം ക്ലാസ് വരെ ഞാൻ പഠിച്ചത് കണ്ണൂരാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ കുട്ടിക്കാലവുമായി ബന്ധപ്പെട്ട എല്ലാ ഓർമ്മകളും കണ്ണൂരിൽ തന്നെയാണ്. ഞാൻ 10ാം ക്ലാസ് പൂർത്തീകരിച്ചതിന് ശേഷമാണ് ഞാൻ എറണാകുളത്തേക്ക് വരുന്നത്. പ്രീ ഡിഗ്രി ചെയ്യാനായിട്ട് ഞാൻ തേവര കോളേജിൽ ജോയിൻ ചെയ്യുകയായിരുന്നു. പിന്നെ എറണാകുളത്തിന്റെ ഒരു പ്രത്യേകത, എറണാകുളത്ത് വരുന്ന ആളുകളാരും പിന്നെ എറണാകുളം വിട്ടുപോകാൻ ആഗ്രഹിക്കില്ല. ഐ മീൻ യു ആക്ച്വലി ഫോൾ ഇൻ ലവ് വിത്ത് ദ സിറ്റി. അപ്പോൾ അങ്ങനെ എറണാകുളവുമായിട്ട് സ്നേഹത്തിലായ ഒരാളാണ്. പിന്നെ എറണാകുളം വിട്ടുപോകാൻ നമുക്ക് തോന്നിയിട്ടില്ല. പിന്നീട് ഡൽഹിയിലൊക്കെ പഠിക്കാനൊക്കെ പോയെങ്കിലും നമുക്കെപ്പോഴും നമ്മുടെ ബന്ധങ്ങളും സൗഹൃദവും പിന്നെ നമ്മളെപ്പോഴും വരാൻ ആഗ്രഹിച്ച ഒരു സ്ഥലവും എറണാകുളമായി മാറി. അപ്പോൾ ഞാൻ സത്യത്തിൽ 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ തുടങ്ങി ഞാനൊരു എറണാകുളംകാരനായി മാറിയതാണ്. പിന്നീട് നമുക്ക് അങ്കമാലിയിൽ ഫാമിലി ആയിട്ട് വന്ന് സെറ്റിലായി എന്നുള്ളതാണ്. അപ്പം കണ്ണൂരും നമുക്ക് ഒരുപോലെ തന്നെ പ്രിയപ്പെട്ടതാണ്. മറക്കാൻ സാധിക്കാത്ത ഓർമ്മകൾ ഒത്തിരി ഉള്ളതാണ്. ഒത്തിരി പ്രയാസങ്ങളൊക്കെ കൂടുതലൊക്കെ കടന്നു വന്നിട്ടുള്ളൊരു സ്ഥലമാണ്. എറണാകുളവും അങ്കമാലിയും ഒക്കെ ഇപ്പോൾ എന്നെ ഞാനാക്കിയ ഒരു നാടാണ്. അപ്പോൾ നമുക്ക് രണ്ടും ഒരിക്കലും നമുക്ക് മറക്കാൻ കഴിയില്ല. ഇപ്പോൾ കണ്ണൂർ എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്ന ഒരു രാഷ്ട്രീയത്തിന്റെ ഒരു വിളനിലം എന്ന് വേണമെങ്കിൽ പറയാം. അതുപോലെ തന്നെ എറണാകുളത്തേക്ക് എത്തുമ്പോൾ, ഇപ്പോൾ എറണാകുളം നമുക്കറിയാം മഹാരാജാസ് കോളേജ്, അങ്ങനെ പല കോളേജുകളിൽ നിന്നാണ് ഈ പറയുന്ന എല്ലാ യൂത്ത് ഐക്കൺസ് ഉയർന്നു വന്നിരിക്കുന്നത് ഈ കോളേജുകളിൽ നിന്ന്. എങ്ങനെയായിരുന്നു പഠന കാലഘട്ടത്തിൽ തന്നെ ഉണ്ടായിരുന്നോ രാഷ്ട്രീയം? സ്കൂളിൽ പഠിക്കുന്ന കാലത്തേ ഉണ്ട്. ഞങ്ങൾ കണ്ണൂരൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് അന്ന് സ്കൂളുകളിൽ വിദ്യാർത്ഥി രാഷ്ട്രീയം സജീവമായിട്ടുള്ള ഒരു കാലമാണ്. പ്രത്യേകിച്ച് മലബാറിൽ കണ്ണൂരൊക്കെ സ്കൂളുകളിൽ രാഷ്ട്രീയം വളരെ ശക്തമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പം സ്കൂളിലെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ എല്ലാ ക്രമീകരണങ്ങളും ഒക്കെ ചെയ്ത് ഇലക്ഷൻ അനൗൺസ് ചെയ്ത ഇലക്ഷന്റെ ഒരാഴ്ച മുമ്പാണ് ഹൈക്കോടതി സ്കൂളുകളിൽ തെരഞ്ഞെടുപ്പ് നിരോധിക്കുന്നത്. അപ്പോൾ നമുക്ക് തെരഞ്ഞെടുപ്പ് മത്സരിക്കാൻ പറ്റാത്തതിൻ്റെ വിഷമം അന്നുണ്ടായിരുന്നു. അതിനുശേഷമാണ് ഞാൻ തേവര കോളേജിൽ വന്ന് ജോയിൻ ചെയ്യുന്നത്. തേവര കോളേജിൽ വന്ന സമയം തുടങ്ങി നമ്മൾ KSUവിൻ്റെ ഒരു പ്രവർത്തകനായിട്ടുണ്ട്. അന്ന് ഞാനും ശ്രീ ഹൈബിയുടനും ഒക്കെ ഞങ്ങൾ ഒരേ കാലഘട്ടത്തിൽ തേവര കോളേജിൽ KSUവിൽ പ്രവർത്തിച്ചവരാണ്. ഞങ്ങൾ ഒരുമിച്ച് കോളേജ് യൂണിയനിൽ പ്രവർത്തിച്ചിട്ടുള്ളവരാണ്. ഞാൻ ചെയർമാനായിരുന്നു, ഹൈബിയും കോളേജിൽ ചെയർമാനായിട്ടുണ്ട്. ഞങ്ങൾ ഒരുമിച്ച് യൂണിയനിലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അവിടുന്നാണ് പിന്നീട് ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിലേക്ക് എത്തിപ്പെടുന്നത് എറണാകുളത്തെ പഠനത്തിന് ശേഷം. അതിനിടയ്ക്ക് ഹൈദരാബാദിൽ പഠിച്ചു. അപ്പോൾ JNUവിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ കുറെ കൂടി പൊളിറ്റിക്കലി തീക്ഷ്ണമായിട്ടുള്ള ഒരു ക്യാമ്പസാണ്. നമുക്കത് കുറെ കൂടി ഒരു എനർജി ആയിരുന്നു. അത് പൊളിറ്റിക്കലി കുറെ കൂടി ചാർജ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. അപ്പോൾ അങ്ങനെ JNUവിലും നമ്മൾ രാഷ്ട്രീയത്തിൽ സജീവമായിട്ടുണ്ടായി. അവിടെ കൗൺസിലറായിട്ട്, യൂണിയനിലെ കൗൺസിലറായിട്ടൊക്കെ തിരഞ്ഞെടുക്കപ്പെട്ടു. അപ്പോൾ അതൊരു വളരെ അപൂർവമായിട്ടുള്ളൊരു സംഭവമായിരുന്നു. കാരണം സാധാരണ നിലയിൽ JNUവിൽ മലയാളികൾ ചെല്ലുന്നവരെല്ലാം അവർ SFIയുടെ ഭാഗമാകുക എന്നുള്ളൊരൊറ്റ ഓപ്ഷൻ മാത്രമേ അവരുടെയൊക്കെ മുമ്പിൽ ഉണ്ടായിരുന്നുള്ളൂ സാധാരണ.
നാട്ടിൽ രാഷ്ട്രീയം ഇല്ലാത്ത ആളുകളും അല്ലെങ്കിൽ നാട്ടിൽ ചിലപ്പോൾ മറ്റു പ്രസ്ഥാനങ്ങളൊക്കെ ആയിട്ട് നിന്നിട്ടുള്ള ആളുകൾ പോലും ജെഎൻയുവിൽ ചെന്ന് കഴിഞ്ഞാൽ അവർ SFI ആയി മാറുന്ന ഒരു കാലഘട്ടമായിരുന്നു. പക്ഷെ ഞാൻ KSUവിൻ്റെ പാനലിൽ KSU പ്രവർത്തകനായി KSUവിൽ ചെയർമാനായിട്ടൊക്കെ ഉണ്ടായിരുന്ന ആളാണ്. ജെഎൻയുവിൽ ചെന്നു. ഞാൻ NSUIയുടെ ഭാഗമായിട്ട് തന്നെ നിന്നു. അന്ന് ആരും ഞങ്ങൾ വളരെ വിരലുണ്ടാവുന്ന ആളുകൾ മാത്രമേ അന്ന് NSUI എന്ന് പറഞ്ഞുള്ളൂ ജെഎൻയുവിൽ. പക്ഷേ ഞാൻ 2ാമത്തെ വർഷം ഞാൻ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചു, ജയിച്ചു. അപ്പോൾ അവിടെ NSUIയുടെ പാനലിൽ ഒരാൾ വിജയിച്ചു എന്നുള്ളത് വലിയ ചരിത്ര സംഭവമായിരുന്നു. അപ്പോൾ പ്രത്യേകിച്ചും കേരളത്തിൽ നിന്നൊക്കെ ചെല്ലുന്ന ആളുകൾ അല്ലാതെയും ജയിക്കാറുണ്ടായിരുന്നില്ല. അപ്പം കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് ഞാൻ അന്ന് അവിടെ ജെഎൻയുവിൽ NSUIയുടെ ഒരാൾ വിജയിക്കുന്നത്. അങ്ങനെ പിന്നീട് NSUI രാഷ്ട്രീയത്തിലേക്കൊക്കെ കടന്നു വന്നതാണ്. അപ്പം തീർച്ചയായിട്ടും ക്യാമ്പസ് തന്നെയാണ് നമ്മളെ രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവന്നത്. ക്യാമ്പസ് വഴിയാണ് സംഘടനയിലേക്ക് കടന്നു വന്നത്. ആ സംഘടനയിൽ വന്ന് പിന്നീട് നാഷണൽ പ്രസിഡന്റൊക്കെ ആയി MLA ഒക്കെ ആവാനുള്ള അവസരം ലഭിച്ചതാണ്. കണ്ണൂരിൽ നിന്ന് വരുമ്പോൾ മുതലേ തന്നെ വലതാണോ അതോ ഇടതിന്റെ ചായവുള്ള ഒരു സ്ഥലത്ത് നിന്ന് വന്നിട്ട് എങ്ങനെയാണ് വലതിലേക്ക് വരുന്നത്? അതോ ഫാമിലി പരമായിട്ട്? അങ്ങനെയല്ല. ഇപ്പൊ ഞാൻ ഓർമ്മ വെച്ച കാലം തുടങ്ങി ഞങ്ങളുടെ കുടുംബമെല്ലാം കോൺഗ്രസ് അനുഭാവികളാണ്. പ്രത്യേകിച്ച് അവരാരും മാതാപിതാക്കളാരും പാർട്ടിയിൽ സജീവമായിട്ടുള്ള ആളുകളൊന്നുമല്ല. അവര് കൃഷിക്കാരാണ്. പക്ഷേ കോൺഗ്രസ് അനുഭാവികളായിട്ടുള്ള, കോൺഗ്രസിന് വോട്ട് ചെയ്യുന്ന ആളുകളെന്ന് മാത്രം. ഞങ്ങളുടെയൊക്കെ പ്രദേശത്ത് ഇടതുപക്ഷത്തിന് തീവ്രമായിട്ട് ശക്തമായ സ്വാധീനമുള്ള സ്ഥലങ്ങളായിരുന്നു. അതിന്റെ പ്രയാസങ്ങളൊക്കെ ചെറുപ്പത്തിലൊക്കെ ഉണ്ടായിട്ടുണ്ട്, കുടുംബത്തിനൊക്കെ ഉണ്ടായിട്ടുണ്ട്. എന്താ പറയുക, ഒരു ചെറിയൊരു മിൽക്ക് സൊസൈറ്റിയുടെ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ പോലും വളരെ തീക്ഷ്ണമായിട്ട് രാഷ്ട്രീയം ഉണ്ടാവുകയും അക്രമങ്ങൾ പോലും ഒക്കെ ചെയ്യുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ ആ പ്രയാസങ്ങളൊക്കെ നമുക്ക് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ എന്നിരുന്നാലും നമ്മൾ ചെറുപ്പം തുടങ്ങി ഒരു ആശയത്തിൽ അല്ലെങ്കിൽ ഒരു കോൺഗ്രസ്സിൽ കാരണം എന്ന നിലയിൽ ഐഡന്റിഫൈ ചെയ്ത് വന്നതുകൊണ്ട് അതെന്നും നമ്മൾ അഭിമാനത്തോടുകൂടി തന്നെ കൊണ്ടു നടന്നിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ തേവര കോളേജിൽ രാഷ്ട്രീയം കഴിഞ്ഞു ജെഎൻയുവിൽ ചെല്ലുമ്പോഴുമ്പോൾ അന്ന് ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിൽ ഇടതുപക്ഷത്തിന്റെ കോട്ടയാണ്. അവിടെ NSUI എന്ന് പറയുന്ന പാർട്ടി വിദ്യാർത്ഥി സംഘടനയ്ക്ക് യാതൊരു തരത്തിലുമുള്ള ഒരു പ്രസക്തി ഇല്ലാതിരുന്ന ഒരു ക്യാമ്പസാണ്. അവിടെ SFI ഉണ്ട്, അൾട്രാ ലെഫ്റ്റ് ആയിട്ടുള്ള സംഘടനകളുണ്ട്, ഐസ പോലുള്ള സംഘടനയുണ്ട്, ABVP ഉണ്ട്, മറ്റ് ലെഫ്റ്റ് ഓർഗനൈസേഷൻസ് ഒക്കെ ഉണ്ട്. ഇതിന്റെ എല്ലാം കഴിഞ്ഞിട്ടുള്ള ഒരു സ്ഥാനത്ത് ആണ് NSUI എന്നുള്ളൂ. അപ്പോൾ NSUIയുടെ ഭാഗമാകുക എന്ന് പറയുന്നത് ആളുകൾ നമ്മളെ പുച്ഛത്തോടു കൂടി നോക്കിയിരുന്ന ഒരു കാലമാണ് ക്യാമ്പസിൽ. കാരണം നമ്മൾ ഒരു കോൺഗ്രസ് രാഷ്ട്രീയത്തിന്റെ ഭാഗമായിട്ട് ഒരാൾ നിൽക്കുക എന്ന് പറഞ്ഞാൽ അതുപോലെ തീവ്ര ഇടതുപക്ഷ ഒരു ക്യാമ്പസിൽ നമ്മളൊക്കെ വെറുക്കപ്പെട്ടവരാണ്. അങ്ങനെ വെറുക്കപ്പെട്ടവരായി നിന്ന് നമ്മൾ രാഷ്ട്രീയ പ്രവർത്തനം, വിദ്യാർത്ഥി രാഷ്ട്രീയം നടത്തിയിട്ടുള്ള ആളാണ്. അവിടെ നിന്നാണ് നമ്മൾ ജെഎൻയുവിൽ ജയിച്ചു കയറി വരുന്നത്. അപ്പൊ അതുകൊണ്ട് നമുക്ക് എന്നും ഓർമ്മ വെച്ച കാലം തുടങ്ങി കോൺഗ്രസ്സുകാരനാണ്. അത് ജീവിതകാലം മുഴുവൻ അങ്ങനെയായിരിക്കും. ഇപ്പോ ഫാമിലി മെമ്പേഴ്സും എല്ലാവരും അഫക്ട് ചെയ്ത പല കാര്യങ്ങളെ കുറിച്ച് ഇപ്പൊ പറഞ്ഞല്ലോ. ശരിയാണ്. ഇപ്പോ സമൂഹത്തില് നമ്മള് ആ ഒരു ഏരിയയിൽ എന്താണോ രാഷ്ട്രീയം, അതിനോടനുബന്ധിച്ച് എല്ലാവരും നിൽക്കണം എന്നുള്ളൊരു ചട്ടക്കൂടിലാണ് ശരിക്കും. അപ്പൊ അതിൽ നിന്ന് ഒരാൾ മാറുമ്പോൾ അതിനനുസരിച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. ആരാണ് ശരിക്കും ഫാമിലിയിൽ ഏറ്റവും സപ്പോർട്ട് ചെയ്ത് നിന്നത്? ഫാമിലിയിൽ ഇപ്പം രാഷ്ട്രീയത്തിൽ വരുന്നതിനകത്ത് പൊതുവിൽ ആർക്കും അങ്ങനെ വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല, വീട്ടുകാർക്കൊന്നും. കാരണം അവരൊന്നും ഒരിക്കലും ഞാനൊക്കെ ജനിച്ചു വളർന്നു വന്ന ഒരു സാഹചര്യത്തിൽ ഞങ്ങളൊക്കെ കുടിയേറ്റ കർഷകരാണ്. ഒരു മലയുടെ മണ്ടയിൽ ജനിച്ചു വളർന്ന ആളുകൾ, ജീവിച്ച ആളുകളാണ്. സ്കൂളിൽ പോകാനായിട്ട് 10ാം ക്ലാസ് വരെ ഒരു 10 കിലോമീറ്റർ, രാവിലെ 5 കിലോമീറ്റർ മല ഇറങ്ങണം, വൈകിട്ട് 5 കിലോമീറ്റർ മല കയറണം. അങ്ങനെ നടന്നു പോയിട്ടുള്ളവരൊക്കെയാണ് ഞങ്ങളൊക്കെ. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ നിന്നും രാഷ്ട്രീയത്തിലേക്കൊന്നും ഒരാൾ കടന്നു വരുന്നത് അല്ലെങ്കിൽ രാഷ്ട്രീയത്തിൽ സജീവമായിട്ട് വരുന്നതിനെ ഒന്നും സ്വാഭാവികമായിട്ടും നമ്മുടെ ഒരു വീട്ടിലെ ഒരു സ്ഥിതിയൊക്കെ വെച്ചിട്ട് ആരും അതിനെ പ്രോത്സാഹിപ്പിക്കില്ല. അത് നമുക്ക് അവരെയും തെറ്റു പറയാൻ കഴിയില്ല. അങ്ങനെ ആരും ചിന്തിക്കുന്നില്ലല്ലോ, അല്ലെങ്കിൽ അതൊരു ഓപ്ഷനായിട്ട് ആരുടെ മുമ്പിലില്ല. പക്ഷേ നമ്മളെ മനസ്സിൽ അതങ്ങനെ ഒരു താല്പര്യമായിട്ടുണ്ടായിരുന്നു. പിന്നെ ഫാമിലിയിൽ ചില ആളുകളൊക്കെ, റിലേറ്റീവ്സൊക്കെ ചിലരൊക്കെ നമ്മളോട്, എന്നാലും 100% അവരങ്ങ് യോജിച്ചിട്ടില്ല. പക്ഷെ ചില ആളുകൾ ഓക്കെ ആയിരുന്നു. പക്ഷെ ബഹുഭൂരിപക്ഷ ആളുകളും അതിനോട് താല്പര്യപ്പെട്ടിട്ടില്ല. പിന്നെ നമ്മുടെ ഒരു താല്പര്യത്തിൽ നമ്മൾ ഫോളോ ചെയ്തു എന്ന് പറഞ്ഞു. ഒരു MLA ആവുക എന്ന് പറയുന്നത് അത്ര നിസ്സാര കാര്യമല്ല അല്ലേ? അത് വളരെയധികം മനസ്സിലാക്കി കഴിഞ്ഞു എന്ന് എനിക്കറിയാം. ഓപ്പൺ ജിം കൊണ്ടുവന്നു. അതുപോലെ തന്നെ പല പ്രവർത്തനങ്ങളും നോക്കുകയാണെങ്കിൽ അങ്കമാലിയിൽ ഇനിയും ചെയ്യേണ്ടതായിട്ട് നിരവധി കാര്യങ്ങളുണ്ട്. മനസ്സിൽ 1 by 1 ആയിട്ട് വെച്ചിരിക്കുന്ന ബക്കറ്റ് ലിസ്റ്റുകൾ എന്തൊക്കെയാണ്? കുറെ കാര്യങ്ങളുണ്ട്. ഇപ്പോൾ അങ്കമാലിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം അങ്കമാലിയിലെ ട്രാഫിക്കാണ്. അപ്പോൾ അതിന് നമുക്കൊരു ബൈപ്പാസ് റോഡ് അനിവാര്യമായിട്ടുണ്ട്. അതിൻ്റെ പ്രവർത്തനങ്ങൾ നടക്കുകയാണ്. സ്വാഭാവികമായും കിഫ്ബി ആയതുകൊണ്ടുള്ള കാലതാമസവും പ്രയാസങ്ങളും ഒക്കെ ഉണ്ട്. നമ്മൾ പരമാവധി അതിനു വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നു.
രണ്ടാമത്തെ പ്രശ്നം കാലടിയിലെ പുതിയൊരു പാലവും അതുപോലെ തന്നെ ബൈപ്പാസുമായിരുന്നു. വർഷങ്ങളായി മുടങ്ങിക്കിടന്നിരുന്ന ഒന്നായിരുന്നു. പക്ഷേ നമുക്ക് വളരെ സന്തോഷമുണ്ട്, അതിൻ്റെ പണി ആരംഭിക്കാൻ സാധിച്ചു എന്ന് മാത്രമല്ല, നല്ല രീതിയിൽ തന്നെ കാലടി പാലത്തിൻ്റെ പണി, സമാന്തര പാലത്തിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ ഇത് രണ്ട് പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ അങ്കമാലിയെ സംബന്ധിച്ചിടത്തോളം. പിന്നെ ഞാൻ പ്രത്യേകം ശ്രദ്ധ കൊടുത്ത ഒരു മേഖല, ഞാൻ അങ്കമാലിയിൽ വരുന്ന സമയത്ത് റോഡുകൾ മുഴുവനും വളരെ ഗ്രാമീണ റോഡുകളായാലും എന്ന് വെച്ചാൽ ഉൾപ്രദേശങ്ങളിലേക്കുള്ള PWD റോഡുകളും എല്ലാം താറുമാറായി കിടന്നിരുന്ന ഒരു അവസ്ഥയായിരുന്നു. മഴക്കാലമായാൽ 2 മഴ പെയ്തു കഴിഞ്ഞാൽ പിന്നെ റോട്ടിൽ മുഴുവൻ ആളുകൾ വാഴ വയ്ക്കുക, അല്ലെങ്കിൽ സമരം നടത്തുന്ന ഒരു രീതിയായിരുന്നു അങ്കമാലിയിൽ ഏത് PWD റോഡ് എടുത്താലും ഉണ്ടായിരുന്നത്. ഒരു ബഹുഭൂരിപക്ഷം സ്ഥലത്തും അങ്ങനെയായിരുന്നു. ആദ്യത്തെ ഒരു 2-3 വർഷക്കാലം ഞാൻ അനുഭവിച്ചുകൊണ്ടിരുന്ന ഒരു പ്രധാന പ്രശ്നം അതാണ്. മഴക്കാലമായി കഴിയുമ്പോൾ ഇവിടെ MLA ഇല്ലേ, അല്ലെങ്കിൽ ഇവിടെ നാട്ടുകാരിൽ ചോദിക്കാൻ ആളില്ലേ എന്നൊക്കെ പറഞ്ഞ് എൻ്റെ MLAയുടെ ഓഫീസിലേക്ക് സമരം, അല്ലെങ്കിൽ ഓരോ പഞ്ചായത്തിലും പ്രതിഷേധ സമരങ്ങൾ, റോഡ് മോശമായതിനെ സംബന്ധിച്ച്. പക്ഷേ അപ്പോൾ ഞാനത് മനസ്സിലാക്കിയത്, എല്ലാ മഴക്കാലത്തും റോഡ് കുഴിയാവുന്നു, മഴക്കാലം കഴിയുമ്പോൾ ഒരു പാച്ച് വർക്ക് നടത്തും, പാച്ച് വർക്ക് നടത്തി കഴിയുമ്പം അടുത്ത മഴക്കാലം വരെ വലിയ കുഴപ്പമില്ലാണ്ട് അങ്ങനെ അങ്ങ് പോകും. അങ്ങനെ ഒരു രീതിയായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത് കുറേ നാളുകളായിട്ട്. പക്ഷേ നമ്മൾ റോഡുകളുടെ കാര്യത്തിൽ ഒരു പ്രത്യേക ശ്രദ്ധ കൊടുത്തു. എല്ലാ റോഡുകളും ആധുനിക നിലവാരത്തിൽ ഒരു റബ്ബറൈസ്ഡ് റോഡ് ആക്കി മാറ്റണം എന്നുള്ളൊരു ശ്രമത്തിൽ പ്രധാനപ്പെട്ട റോഡുകളൊക്കെ ഓരോന്നോരോന്നായി നമ്മളതങ്ങനെ മാറ്റിയെടുക്കുന്നു. ഇപ്പോൾ അങ്കമാലിയെ സംബന്ധിച്ചിടത്തോളം മഴക്കാലമായി കഴിഞ്ഞാൽ അങ്ങനെ ഒരു വലിയ പ്രശ്നം നമുക്ക് ഏതെങ്കിലും PWD റോഡൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. പ്രധാനപ്പെട്ട റോഡുകളൊക്കെ നമ്മൾ BMBC നിലവാരത്തിലേക്ക് മാറ്റിയെടുക്കുകയാണ്. ചില റോഡുകളുടെ പ്രവൃത്തി നടന്നുകൊണ്ടിരിക്കും, വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ ബുദ്ധിമുട്ടുകളുള്ള 1-2 റോഡുകളുണ്ട്. പക്ഷേ അതും ഈ മഴക്കാലമൊക്കെ ഇത് കഴിഞ്ഞാൽ ഈ സീസണിൽ തന്നെ വർക്ക് പൂർത്തീകരിച്ചാൽ നമുക്ക് റോഡുകളൊക്കെ ഏതാണ്ടെല്ലാം നല്ല നിലയിലേക്ക് മാറ്റിയെടുക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ താങ്കൾ സൂചിപ്പിച്ചതുപോലെ ഓപ്പൺ ജിം പോലുള്ള, അത് ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്ക് ഏറ്റവും അനിവാര്യമായിട്ടുള്ള ഒന്നാണ് എന്ന് തോന്നിയതുകൊണ്ട് അങ്ങനെ ഒരു സ്കീം നമ്മൾ എടുത്തതാണ്. അപ്പോൾ അത് നമ്മൾ പൂർത്തീകരിക്കാൻ സാധിച്ചു. അപ്പോൾ കൂടുതൽ സ്ഥലങ്ങളിൽ അത് വേണമെന്നുള്ള ആവശ്യം വരുന്നുണ്ട്. അതിനുള്ള 1-2 സ്ഥലത്ത് നമ്മൾ പുതിയത് ആരംഭിച്ചിട്ടുണ്ട്. അതേ സെയിം പ്രോജക്റ്റ് നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ വിദ്യാഭ്യാസ രംഗത്ത് നമ്മുടെ സ്കൂളുകൾ എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു നിയോജകമണ്ഡലത്തിലെ ബഹുഭൂരിപക്ഷം സ്കൂളുകൾക്കും പുതിയ കെട്ടിടം നിർമ്മിക്കാനും മറ്റടിസ്ഥാന സൗകര്യങ്ങളും ഒക്കെ കൊണ്ടുവരാനായിട്ട് നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ അങ്കമാലിയുടെ മറ്റൊരു സ്വപ്നം എന്ന് പറയുന്നത് മെട്രോ അങ്കമാലിയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത്. മെട്രോ അങ്കമാലിയിലേക്ക് വരിക എന്നുള്ളത് മെട്രോയുടെ ആദ്യത്തെ ഫേസിൽ തന്നെ, ഇതിന്റെ ഫസ്റ്റ് പ്രോജക്റ്റിൽ തന്നെ പ്ലാനിങ് ഫേസ് തന്നെ ഉള്ളതാണ് മെട്രോയുടെ 3 ഫേസസ്. ഫസ്റ്റ് ഫേസ് കഴിഞ്ഞാൽ സെക്കൻഡ് ഫേസ് ഇൻഫോ പാർക്ക്, തേർഡ് ഫേസ് എയർപോർട്ട് അങ്കമാലി എന്നുള്ളതാണ്. അത് എനിക്ക് തോന്നുന്നു കുറെ കൂടെയൊക്കെ നേരത്തെ ആവേണ്ടതായിരുന്നു. പക്ഷേ സാമ്പത്തിക പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഓരോ ഫേസും സ്ലോ ആയിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം സെക്കൻഡ് ഫേസ് തന്നെ ആയാലും നമുക്കറിയാം ഉദ്ദേശിച്ച വേഗതയിൽ എത്താൻ കഴിഞ്ഞിട്ടില്ല. ഇൻഫോ പാർക്കിലേക്കുള്ളത് വളരെ സ്ലോ ആയിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് അങ്കമാലിയിലേക്ക് വരിക എന്നുള്ളത് നിശ്ചയമായിട്ടും മെട്രോയുടെ എക്സ്റ്റൻഷൻ അത് ആവശ്യമാണ്. നമ്മൾ അതിനുള്ള ശ്രമം നടത്തുന്നുണ്ട്. ഇപ്പം ഒരു MLAക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളുണ്ട്, ചെയ്യാൻ സാധിക്കില്ല എന്ന് വിചാരിക്കുന്ന കാര്യങ്ങളുണ്ട്. എങ്ങനെയാണ് അത് നേടിയെടുക്കാനായിട്ട് ശ്രമിക്കുന്നത്? ഇപ്പം നമ്മൾ ഓരോ കാര്യത്തിലും സർക്കാരിൻ്റെ ഫണ്ട് അലോക്കേഷൻ നമ്മൾ മനസ്സിലാക്കിയിട്ട് അതിനകത്ത് നമ്മുടെ മണ്ഡലത്തിൻ്റെ പ്രശ്നങ്ങൾ എന്താണ്, ആവശ്യങ്ങൾ എന്താണെന്ന് കണ്ടറിഞ്ഞ് നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള പ്രൊപ്പോസൽസ് നമ്മൾ മൂവ് ചെയ്യാണ്. ഇപ്പോൾ നമ്മൾ ഇപ്പോൾ നമുക്ക് ഏറ്റവും ഒടുവിലായിട്ട് അങ്കമാലിയിൽ നാളുകളായിട്ടുള്ളൊരു ആവശ്യമായിരുന്നു നമുക്കിവിടെ ഒരു കോടതിക്ക് സ്വന്തമായിട്ട് കെട്ടിടം എന്നുള്ളത്. അപ്പോൾ അതിന് നമുക്ക് സ്ഥലം ലഭ്യമായിരുന്നില്ല. അപ്പോൾ ഞാൻ ആദ്യഘട്ടത്തിൽ കുറേ പരിശ്രമിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് നമുക്ക് ഒരു 43 സെന്റ് സ്ഥലം കോടതിക്ക് വേണ്ടിയിട്ട് അങ്കമാലി ടൗണിനോട് ചേർന്ന് തന്നെ അനുവദിച്ച് കിട്ടി. അങ്ങനെ സ്ഥലം അനുവദിച്ച് കിട്ടിയതിന് ശേഷം അവിടെ കെട്ടിടം പണിയാനായിട്ടുള്ള ശ്രമം ആരംഭിച്ചു. അതിന് വേണ്ടിയിട്ട് ഫണ്ട് നമുക്ക് കിട്ടേണ്ടതായിട്ടുണ്ട്. നമുക്ക് എല്ലാ സ്ഥലത്തും സർക്കാരിൻ്റെ ഭാഗത്ത് ഫണ്ട് ഷോർട്ടേജ് ഉണ്ട്. അപ്പോൾ ആദ്യം 35 കോടി രൂപയുടെ ഒരു പദ്ധതി തയ്യാറാക്കി ഗവൺമെൻറ് കൊടുത്തു കഴിഞ്ഞപ്പം അവർ ഫണ്ടില്ല എന്ന് പറഞ്ഞ് തിരിച്ചയച്ചു. പിന്നെ അതിനുശേഷം അത് തിരിച്ചയച്ചു എന്നൊക്കെ പറയുന്നത് വലിയ പ്രോസസ്സാണ്. കാരണം ഇവിടുന്ന് ഒരു ഫയൽ മൂവ് ചെയ്യണമെങ്കിൽ നമ്മൾ അസിസ്റ്റന്റ് എഞ്ചിനീയറെ കൊണ്ട് ഒരു എസ്റ്റിമേറ്റ് തയ്യാറാക്കി അത് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറെ എടുത്ത് പോകണം, അവിടുന്ന് പിന്നെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറെ എടുത്ത് പോകണം, അവിടുന്ന് പിന്നെ സൂപ്രണ്ടിങ് എഞ്ചിനീയറെ എടുത്ത് പോകണം, പിന്നെ ചീഫ് എഞ്ചിനീയറെ എടുത്ത് പോകണം, അവിടുന്ന് അത് കോടതിയിൽ പോകണം, കോടതിയുടെ പരിശോധന കഴിഞ്ഞ് വെച്ചിട്ടാണ് അവിടുത്തെ കമ്മിറ്റി പാസ്സാക്കിയിട്ട് വേണം ഇത് ഗവൺമെന്റിലേക്ക് അയക്കാനായിട്ട്. ഇത് ഞാൻ വളരെ ഷോർട്ടായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ പറഞ്ഞപ്പോ വളരെ തോന്നും. പക്ഷെ ഇതൊക്കെ ഒരു ടേബിളിൽ നിന്ന് അടുത്ത ടേബിളിലേക്ക് ഇത് പോവുക എന്ന് പറയുന്നത് ആഴ്ചകളും മാസങ്ങളും എടുക്കുന്ന ഒരു പ്രോസസ്സാണ് നമ്മുടേത്. അപ്പോൾ നമ്മുടെ സിസ്റ്റം അങ്ങനെയാണ്. അപ്പോൾ അവിടെ ചെന്ന് കഴിയുമ്പോഴാണ് ഗവൺമെന്റ് ചെന്ന് കഴിയുമ്പോൾ അവർ പറഞ്ഞു ഇത്രയും ഫണ്ടില്ല എന്ന് പറഞ്ഞാൽ തിരിച്ചയച്ചു.
തിരിച്ചയക്കുമ്പോൾ ഈ പോയ വഴിക്കെല്ലാം ആ ടേബിളിൽ കൂടെ എല്ലാം തിരിച്ചു വന്നതിന് ശേഷം വീണ്ടും നമ്മൾ അടുത്ത പ്രോജക്റ്റ് ഉണ്ടാക്കി, ഒരു 22 കോടിയുടെ ഒരു പ്രോജക്റ്റ് ആക്കി ചുരുക്കി. കാരണം ഗവൺമെന്റിന്റെ പൈസ ഇല്ല, നമുക്ക് ചുരുക്കിയേ പറ്റൂ, മറ്റു നിർവാഹമില്ല. അപ്പോൾ വീണ്ടും ഈ പണി ഇതെല്ലാം ചെയ്ത് ഇങ്ങനെ പോയിട്ടൊക്കെയാണ് ഇത് വരുന്നത്. അപ്പോൾ നമുക്കിപ്പോൾ ഏറ്റവും ഒടുവിൽ നമുക്ക് ആ തുക ഇപ്പോൾ 22 കോടിയോളം രൂപ അനുവദിച്ച് കിട്ടിയിട്ടുണ്ട്. നമ്മൾ അതിന്റെ നിർമ്മാണമൊക്കെ ആരംഭിക്കും. ഞാൻ പറയുന്നത് ഇത് ഇങ്ങനെയാണ് നമ്മൾ ഫണ്ട് നമുക്ക് കിട്ടുക. നമ്മൾ ചോദിക്കുന്നതെല്ലാം നമുക്ക് കിട്ടൂല. നമ്മളിപ്പം ഇപ്പൊ ഏത് MLA ആണ്, അല്ലെങ്കിൽ ഏത് പഞ്ചായത്ത് മെമ്പറാണ്, ഏത് ജനപ്രതിനിധിയാണ് അവരുടെ മണ്ഡലത്തിലേക്ക്, അവരുടെ പ്രവർത്തന മേഖലയിലേക്ക് ഫണ്ട് വേണമെന്ന് ആഗ്രഹിക്കാത്തത്? എല്ലാവരും അതിനുവേണ്ടി ശ്രമിക്കുന്നുണ്ട്. പക്ഷേ പ്രശ്നം എന്ന് പറയുന്നത് നമുക്കത് കിട്ടണം. നമ്മൾ ചോദിക്കുന്നത്, നമ്മൾ 10 ചോദിക്കുമ്പോൾ ചിലപ്പോൾ 1 നമുക്ക് കിട്ടുന്നത്. കാരണം ഗവൺമെന്റിന് ഫണ്ട് ക്രൈസിസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ 10 ചോദിക്കുമ്പോൾ ചിലപ്പോൾ അവർ 1 നമുക്ക് തരിക. പക്ഷെ നമ്മൾ ആ ശ്രമം ഇങ്ങനെ തുറന്നുകൊണ്ടിരിക്കും. ഇന്നിപ്പോ MLA നമ്മുടെ കയ്യിൽ കിട്ടിയപ്പോ നമ്മളുടെ എല്ലാം മനസ്സിൽ എപ്പോഴും ജനങ്ങൾ പറയുന്ന ഒരു കാര്യമുണ്ടോ, ഇത്രയും കോടി അനുവദിച്ചു, ഇത് കുറച്ച് MLA കൊണ്ടുവന്ന് തോന്നുന്നു. ഇത് എപ്പോഴും കേൾക്കുന്ന ഒരു കാര്യമാണല്ലേ. അങ്ങനെയൊക്കെ വല്ലതും എടുക്കാൻ പറ്റുമോ ഈ ഫണ്ടുകൾ? ഇത് തമാശ ചോദ്യമായിട്ട് ഞാൻ ചോദിക്കുവാണെങ്കിലും ജനങ്ങളെല്ലാം പറയുന്ന ഒരു ചോദ്യം തന്നെയാണ്. അപ്പൊ ഇങ്ങനെ നിങ്ങളും കേൾക്കേണ്ടി വരുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഫണ്ടുകൾ ഈ പറയുന്നത് പോലെ നമുക്ക് എടുക്കാനോ ചോർത്താനോ പറ്റുമോ? ഈ പറഞ്ഞ രീതിയിലൊക്കെ ഇങ്ങനെ ഇത്രയും ആളുകളെ ബോധിപ്പിച്ച് ഫണ്ടുകൾ കിട്ടുമ്പോൾ അതൊരു നിസ്സാരമായിട്ടുള്ള ഫണ്ടാണോ ഒരു കാര്യത്തിന് വേണ്ടി നമ്മുടെ കൈകളിലേക്ക് എത്തുന്നത്? നമുക്ക് ഒരു തരത്തിലും ഇത് MLAക്ക് നല്ല ആർക്കും എടുക്കാൻ കഴിയില്ല. കാരണം നമ്മുടെ സിസ്റ്റം അങ്ങനെയാണ്. ഇപ്പോൾ ഒരു 1 ലക്ഷം രൂപയുടെ ഒരു വർക്കാണെങ്കിലും 100 കോടി രൂപയുടെ ഒരു വർക്കാണെങ്കിലും ഇത് ഇപ്പോൾ ഓൺലൈൻ ടെൻഡർ ക്ഷണിച്ച് ആ ടെൻഡറിൽ പങ്കെടുത്ത് വരുന്ന കരാറുകാർ ഏറ്റവും കുറച്ച തുക ബിഡ് ചെയ്യുന്ന ആരാണോ, ലോവസ്റ്റ് ബിഡർ ആരാണോ, അയാൾക്കാണ് കരാർ കിട്ടുന്നത്. ഈ കരാറുകാരൻ ആരാണെന്ന് പോലും ചിലപ്പോൾ നമുക്കറിയില്ല. വർക്ക് അയാൾക്ക് അലോക്കേറ്റ് ചെയ്തതിന് ശേഷം അയാൾ വർക്ക് ചെയ്യാൻ വരുമ്പോഴായിരിക്കും, പണി ചെയ്യാൻ വരുമ്പോഴായിരിക്കും നമ്മൾ ഇന്ന ആളാണ് കരാറുകാരനെന്ന് നമുക്കറിയാൻ കഴിയുക. പിന്നെ മാത്രവുമല്ല, അത് MLA ഫണ്ടിലെ വർക്കാണെങ്കിൽ പോലും, സർക്കാരിന്റെ വർക്കുകളാണെങ്കിലും ഡിപ്പാർട്ട്മെന്റ് വർക്കുകളാണെങ്കിലും MLA ഫണ്ടിലെ വർക്കുകളാണെങ്കിലും നമ്മൾ അനുവദിച്ചു കഴിഞ്ഞാൽ അത് ഓൺലൈൻ ടെൻഡറാണ്. ആ ഓൺലൈൻ ടെൻഡർ എന്ന് പറയുന്നത് ഈ സംസ്ഥാനത്തുള്ള ഏത് കരാറുകാരനും പങ്കെടുക്കാം. ഏത് കരാറുകാരനും പങ്കെടുത്ത് അതിനകത്ത് ഏറ്റവും കുറഞ്ഞ തുക കോട്ട് ചെയ്യുന്ന ആൾക്കാണ് ഈ കരാർ കിട്ടുന്നത്. ആ ആള് വന്ന് ഇവിടെ കരാർ ചെയ്യാൻ വരുമ്പോൾ എനിക്ക് അയാളോട് വേറെ ഒന്നും പറയാനില്ല, ആ ആൾക്കൊണ്ട് വർക്ക് ചെയ്യിപ്പിക്കാനേ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഇവിടെയുള്ള ഉദ്യോഗസ്ഥർക്കാണെങ്കിലും അവർക്കാണെങ്കിലും അയാളെ കൊണ്ട് ആ വർക്ക് ചെയ്യിപ്പിക്കാനേ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ പലപ്പോഴും ഇപ്പോഴത്തെ ഒരു പ്രശ്നം നമ്മൾ അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം, ഞങ്ങളൊക്കെ കേട്ടിട്ടുണ്ട്, പണ്ടൊക്കെ കരാറുകാര് ഉദ്യോഗസ്ഥരുടെയും ജനപ്രതിനിധികളുടെയും ഒക്കെ പുറകെ നടക്കുമായിരുന്നു വർക്ക് കിട്ടാൻ വേണ്ടിയിട്ട് എന്ന് കേട്ടിട്ടുണ്ട്. അങ്ങനെ ഒരു കാലഘട്ടമൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ നേരെ തിരിച്ചാണ്. ഇപ്പോ പല വർക്കുകളും നമ്മൾ കരാറുകാരുടെ പിന്നാലെ നടക്കാണ്. കാരണം ഒരു വർക്ക് അവരോട് എടുക്കാൻ പറഞ്ഞുകൊണ്ട്. ഇപ്പൊ MLA ഫണ്ടിൽ നമ്മളൊരു റോഡ് അനുവദിച്ചു കഴിഞ്ഞാൽ ടെൻഡർ ചെയ്യുമ്പം അത് കോട്ട് ചെയ്യാൻ ആൾ വരുന്നില്ല, കരാറുകാരൻ വരുന്നില്ല. എന്താ കാരണം? അവർക്ക് പൈസ കിട്ടൂല. ഗവൺമെന്റിൽ ഈ ബില്ല് മാറി അവർക്ക് കാശ് കിട്ടണമല്ലോ. പേയ്മെന്റ് ഡിലേ ഉണ്ട്, അല്ലെങ്കിൽ പേയ്മെന്റ് പലപ്പോഴും ട്രഷറിയിൽ സ്റ്റക്കാണ്. അതുകൊണ്ട് കരാറുകാർ വർക്ക് എടുക്കാൻ തയ്യാറല്ല. ഞാനൊരു കരാറുകാരനെ വിളിക്കുമ്പോൾ അയാൾ പറയുന്നത്, MLA ഇത്രയും രൂപ കിട്ടാനുണ്ട്, ഇത്ര ലക്ഷം കിട്ടാനുണ്ട്, ഇത്ര കോടി ഞങ്ങൾക്ക് പെൻഡിങ് ആണ്, അത് കിട്ടാണ്ട് ഞാൻ എങ്ങനെ പുതിയ വർക്ക് എടുക്കും എന്നാണ് നമ്മളോട് ചോദിക്കുന്നത്. അപ്പം നമ്മളിപ്പോൾ കരാറുകാരുടെ പിന്നാലെ നടക്കേണ്ട അവസ്ഥയാണ്, ഒരു വർക്ക് എടുപ്പിച്ച് അതൊന്ന് സമയത്ത് പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ അതുകൊണ്ട് പക്ഷെ ആളുകൾ ഇത് പറയും, കുറെ ആളുകളൊക്കെ ഇങ്ങനെ പറയാം, ഇത് 10 കോടിയുടെ വർക്ക് അനുവദിച്ചു, അപ്പോൾ MLAക്ക് ഇത്ര കിട്ടും, മറ്റേ MPക്ക് ഇത്ര കിട്ടും, പഞ്ചായത്ത് പ്രസിഡന്റ് ഇത്ര കിട്ടും എന്നൊക്കെ അത് ആളുകൾ പറയുന്ന ആളുകളൊക്കെ ഉണ്ട്. നമ്മൾ അതൊക്കെ ശ്രദ്ധിച്ച് നമ്മൾ അതിന്റെ പിന്നാലെ പോയി കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. നമുക്ക് ചെയ്യേണ്ട വർക്ക് ചെയ്ത് നമ്മൾ മുന്നോട്ട് പോകാന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പൊ എന്തായാലും നമ്മളുടെ റോജി എം ജോണിനെ കേട്ട് കഴിഞ്ഞു. വളരെയധികം കാര്യങ്ങളാണ് അദ്ദേഹം അങ്കമാലിക്കാർക്ക് വേണ്ടിയിട്ടും കേരളത്തിന് വേണ്ടിയിട്ടും കോൺഗ്രസിന് വേണ്ടിയിട്ടും എല്ലാം യുവതലമുറയോടൊപ്പം ചേർന്ന് നിന്ന് പ്രവർത്തിക്കാനാണ് ഇഷ്ടപ്പെടുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ നിങ്ങൾക്കും നമുക്കും എല്ലാം അണിചേരാം. ഒപ്പം താങ്ക് യു സോ മച്ച്. ഇന്ന് ഈ ഒരു സ്മാർട്ട് ജെൻ മീഡിയയോടൊപ്പം ചേർന്ന് ഇന്നത്തെ ഈ ഒരു നവമാധ്യമത്തെ കൂടെ ജനങ്ങൾക്ക് മുന്നിലേക്ക് എത്തിക്കാനായിട്ട് ഇവിടെ എത്തിച്ചേർന്നതിനും ഉദ്ഘാടന കർമ്മം നിർവഹിച്ചതിനുമായിട്ട് താങ്ക് യു സോ മച്ച്. വീണ്ടും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ സ്മാർട്ട് ജെൻ മീഡിയയ്ക്ക് എല്ലാവിധ ആശംസകളും നേരുകയാണ്. നേരത്തെ പറഞ്ഞതുപോലെ നവമാധ്യമ രംഗത്ത് അല്ലെങ്കിൽ ഡിജിറ്റൽ മീഡിയ രംഗത്ത് പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു മുഖമായി മാറാനായിട്ട് സ്മാർട്ട് ജെൻ മീഡിയയ്ക്ക് സാധിക്കട്ടെ. ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു. സ്മാർട്ട് ജെൻ മീഡിയയിൽ നിരവധി അവസരങ്ങൾ. ന്യൂസ് റിപ്പോർട്ടർ, വീഡിയോഗ്രാഫർ, കണ്ടന്റ് റൈറ്റർ, ആങ്കർ, എഡിറ്റർ, ഗ്രാഫിക് ഡിസൈനർ, പബ്ലിക് റിലേഷൻ ഓഫീസർ എന്നിവർക്ക് സ്മാർട്ട് ജെൻ മീഡിയയിൽ ഫുൾ ടൈം, പാർട്ട് ടൈം അവസരം. ഫോട്ടോ പതിപ്പിച്ച റെസ്യൂമെ, ID പ്രൂഫ്, സർട്ടിഫിക്കറ്റുകളുടെ പതിപ്പ് എന്നിവ വാട്സ്ആപ്പ് ചെയ്യുക. വാട്സ്ആപ്പ് നമ്പർ 9947
915453. നമ്പർ ഒരിക്കൽ കൂടി 9947315453.